ലിസ്റ്റ് ആയിരുന്നു ആ കുറെ പേരുണ്ടല്ലോ. അയ്യോ ആ എന്താ വാ തോന്നുന്നല്ലേ പിന്നെ ഭയങ്കര സുഖമല്ലേ? വീട്ടിൽ കണ്ടായിരുന്നു രാവിലെ. അവനെ കണ്ടിട്ടല്ലേ എല്ലാ ദിവസം ഇറങ്ങുന്നത്. ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു. അവൻ പറഞ്ഞ എന്റെ അടുത്താ? അല്ല, ഞാൻ ഒരു കാര്യം തീർത്ഥസ്ഥലത്ത് പറഞ്ഞിരുന്നു. പറഞ്ഞായിരുന്നു? ക്ലീറ്റപ്പനെ കണ്ടില്ലേ രാവിലെ? രാവിലെ കണ്ടായിരുന്നു. കണ്ടാ? അവൻ പറഞ്ഞൊന്നും ആവശ്യമില്ലാത്ത കാര്യങ്ങളാണല്ലോ പറയാറുള്ളത്. അതുകൊണ്ട് ഞാൻ വലിയ ചെയ്ത് കൊടുക്കാറില്ല. അളിയമ്മനും വിളിക്കാത്തത് മറ്റേ ഡൈനിങ് ടേബിളിന്റെ ഗ്യാസ് ഒന്നും പറഞ്ഞില്ലല്ലോ. ഏത്? അന്ന് പറഞ്ഞില്ലേ വീട്ടിലേക്കാ? ഓ നമ്മളെ പൈസ ഇല്ല. പൈസ ഇല്ലേ? സെക്കൻഡ് ഹാൻഡ് സാധനം ഉണ്ടെന്നു. സെക്കൻഡ് ഹാൻഡ് കൊള്ളാമോ സംഭവം? പിന്നെ മറ്റേ കുഞ്ചാല വീട്ടിൽ അടിക്കട്ടിങ്ങാണ്ടില്ലേ, ഇത് സെക്കൻഡ് ഹാൻഡ് സാധനം അവർ എടുത്തുകൊണ്ട് വന്നിട്ട് ചെറിയ മെയിൻ്റെനൻസ് ഒക്കെ ചെയ്ത് അടിപൊളിയാക്കി പെയിന്റ് ഒക്കെ ചെയ്ത്. ഒരുപാട് വീട്ടിൽ അങ്ങനെ ഉപയോഗിക്കുന്നുണ്ടല്ലേ സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. എന്തെന്ന് പാലറിയാമോ സെക്കൻഡ് ഹാൻഡ് ആണെന്ന്? അല്ല അതറിയുന്നതല്ല, പക്ഷേ ഈ ഉടായ്പല്ലേ നിങ്ങളൊക്കെ എൻ്റെ ആളുകൾ ഉടായിപ്പൊന്നുമില്ല. നമുക്ക് വേണ്ടപ്പെട്ട പയമല്ലേ ചെയ്യും. പോകാത്ത ഇതിന്റെ കൂടെ കാതലെന്നും പറഞ്ഞ മറ്റേ സാധനമൊക്കെ തേച്ച് പെയിന്റ് ഒക്കെ അടിച്ചിട്ട് അതൊന്നുമില്ല. ഇപ്പൊ അങ്ങനെ പരിപാടിയൊന്നും ഇല്ല. പരിപാടി നല്ല നല്ല സൂപ്പർ സാധനമല്ലേ കിട്ടല്ലേ? പിന്നെ അളിയാ ഈ കറണ്ടിന്റെ മറ്റേ ബില്ലടയ്ക്കണ ലാസ്റ്റ് ഡേറ്റ് ഇന്നലെ ആയിരുന്നു. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ആദ്യത്തെ അല്ലല്ലോ, വാണി തന്നതിന് ശേഷമുള്ള ലാസ്റ്റ് ഡേറ്റ്. 15 ദിവസത്തെ വാണി തന്നവര്. അതിന് ശേഷമുള്ള ലാസ്റ്റ് ഡേറ്റ്. അപ്പൊ ചിലപ്പോ ഇന്ന് ഊരുമല്ലേ? എപ്പോ ഊരി ഇതാ സാറിന്റെ പേരുണ്ടല്ലോ. എന്റെ പേരുണ്ട്. നമുക്ക് അളിയാ ഒരു 4-5 ദിവസം കഴിഞ്ഞ് കുറച്ച് പൈസ വരാറുണ്ട്. അപ്പൊ നിനക്ക് വരാനുണ്ടോ പൈസ? പൈസ വരാറുണ്ട്. അപ്പൊ അവന്റെ ഈ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇങ്ങനെ തന്നെ വരാനുള്ളവരേ ഉള്ളൂ. അങ്ങനെയല്ല, വരാനുള്ള പൈസ വരും. കാരണം ഉടനെ 4 ദിവസത്തിനകത്ത് വരുമെന്ന് പറഞ്ഞ്. പണി ഇന്ന് ഊരാൻ പറഞ്ഞതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 ദിവസം കഴിഞ്ഞ് കൊണ്ട് അടയ്ക്കാം. 15 ദിവസം മുമ്പ് വിളിച്ച് പറഞ്ഞല്ലേ? വാണി തന്നല്ലേ? വാണി തന്നു. ഇപ്പൊ ലിസ്റ്റ് തന്നില്ല എനിക്ക്. ഇപ്പൊ ലിസ്റ്റ് ഇല്ലായിരുന്നേ കുഴപ്പമില്ല. ഇപ്പൊ ലിസ്റ്റ് സംഭവം വന്നില്ല. എപ്പോ മേടിച്ചിട്ട് വന്നുള്ളൂ ഞാൻ. ഈ ലിസ്റ്റിനകത്ത് നിങ്ങളുടെ പേര് കിടപ്പുണ്ട്. അപ്പൊ എന്തായാലും എനിക്ക് അങ്ങോട്ട് വന്നല്ലേ പറ്റുള്ളൂ. ഞാൻ ക്ലീറ്റസിനെ കണ്ട് പറഞ്ഞിരുന്നു. ക്ലീറ്റപ്പിനെ കണ്ട് പറഞ്ഞു. ക്ലീറ്റപ്പിനെ പറഞ്ഞായിരുന്നു? അപ്പൊ ഉറപ്പായിട്ടും ക്ലീറ്റൻ പറഞ്ഞ അളിയെ ഒന്ന് കണ്ടാ ചെന്നു. അങ്ങനെ പറഞ്ഞു. അപ്പൊ വരാം. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഉറപ്പായിട്ടും ഒരു 4 ദിവസത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്യണേ. എടേ ഇത് സർക്കാർ സ്ഥാപനമാണ്, പലചരക്കടല്ല ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. അളിയ അവിടെ വീട്ടിൽ വരണം, ഊരാൻ വരണം. വന്നിട്ട് അടിയിലത്തെ ഓയർ പതൊക്കെ ഊരി വെച്ചിട്ട് ഇവിടെ എന്ന് പറഞ്ഞാൽ ഊരി എന്നങ്ങ് പറഞ്ഞു. അടിയിലത്തെ പറയുമ്പോൾ ഇത് ഇവിടുത്തെ ഇങ്ങനെ ഒരു സാധനം അല്ലേ? എന്നെ പണി പഠിപ്പിക്കാൻ വേണ്ടി അവർ ഇറങ്ങിയാണ്. അതല്ല അളിയാ, ഞാൻ ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിരുന്നെങ്കിൽ ഒരു സഹായമല്ലേ. എന്ത് അഡ്ജസ്റ്റ്മെന്റ്? എന്റെ പൈസ സമയത്തുകൊണ്ട് അടയ്ക്കണം. ഇത് സർക്കാർ സ്ഥാപനമാണ്. ഇത് റേഷൻ കടയൊന്നുമല്ല പറ്റിയവർ നടത്താനായിട്ട്. അതിപ്പോ എന്തൊരു കുഴപ്പം? നീ ഇത്തിരി ഇളക്കി വെച്ചിട്ട് അങ്ങ് പോയി. നീ പറഞ്ഞാൽ ഇവിടെ നിന്ന് പറഞ്ഞാൽ മതി. അപ്പോഴും അവര് വിചാരിക്കും. എന്റെ മുകളിൽ ഒരുപാട് ഓഫീസർമാരുണ്ട്, ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. അവർ പറയുന്ന അനുസരിക്കാനാണ് ഞാനിവിടെ ഇരിക്കുന്നത്. അല്ല, എനിക്ക് വേണ്ടപ്പെട്ടവരെ എന്റെ കൂട്ടുകാരെ നന്നാക്കാൻ വേണ്ടിയല്ലേ അവിടെ ഇരിക്കുന്നത്. നീ ഒരു സഹായം ചെയ്യണേ. ഇതൊരു സർക്കാർ സ്ഥാപനം, അങ്ങനെ സഹായം ചെയ്യാൻ പറ്റില്ലെന്നേ. ആരെല്ലാം സഹായം ചെയ്യുന്നത് പോലെയൊക്കെ. ഞാൻ പക്ഷെ അങ്ങനെ അല്ലല്ലോ, എനിക്കങ്ങനെ ചെയ്യാൻ പറ്റൂല. 15 ദിവസത്തിന് വാണി തന്നെ തന്നെ ഇത് ഊരെന്ന് പറയും പറഞ്ഞു. ഇന്നിപ്പോ ലിസ്റ്റും വന്നു. ഇന്ന് വൈകുന്നേരം ഞാൻ ഊരിയിരിക്കും. നീ ക്ലീറ്റപ്പിന്റെ ആരാണ്? നീ ക്ലീറ്റപ്പിന്റെ ആരാണ്? അളിയൻ. അപ്പൊ ഞാൻ നിന്റെ ആരാണ്? നിന്റെ ആര്? അളിയൻ. അതങ്ങനെ? അപ്പൊ നമ്മൾ 3 അളിയന്മാരല്ലേടാ? അതങ്ങനെ അളിയനാവും? അപ്പൊ നിനക്കൊരു സഹായം ചെയ്തൂടെ? അങ്ങനെ അങ്ങനെ അളിയനും മച്ചമ്പൊന്നുമില്ല ഇവിടെ. ഒരു ചെറിയ സഹായം ചെയ്യണേ. നടക്കൂല. നീ ഒരു കാര്യം, ഈ പീസ് ഞാൻ കൊണ്ടുപോവാ. നീ വന്ന് മറ്റേ പീസ് ഊരിക്കൊണ്ട് പോ. ഞാൻ ഇതിനെ കൊണ്ട് കുത്തിയിട്ട് ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യടേ. കഴിഞ്ഞ ആഴ്ച പൊട്ടിക്കോ. എന്താടാ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ്? എന്താ അഡ്ജസ്റ്റ്മെന്റ്? നിന്നെ കൊണ്ട് പറ്റൂലേ? പറ്റൂല. ഇത് പറയാനാണ് ഇങ്ങോട്ട് വരുന്നത്. ചെറിയൊരു സഹായം ചെയ്യണം അങ്ങോട്ട്. സൗകര്യം എനിക്ക് മെനക്കെടുത്തിക്കാൻ രാവിലെ വരും. ഇന്ന് വൈകുന്നേരം എന്റെ വീട്ടിലൊന്ന് ഫീസ് വരും. അവസാനം പേര് കിടക്കുന്നതിന്റെ. നിനക്ക് ചെയ്യാൻ പറ്റൂല? പറ്റൂല. പറ്റൂല എന്നല്ലേ എന്റെ മലയാളത്തിൽ പറഞ്ഞ് ഞാൻ ഇന്ന് വന്ന് എന്റെ ഫീസ് വരും. അല്ലെ മര്യാദയ്ക്ക് പൈസ അടച്ചിട്ട് പോ. നീ അങ്ങ് വാ ഊരാൻ വാ കേട്ടാ. ഞാൻ കാണിച്ചു തരാം. അപ്പോഴും നീ വരണ. നീ വാ കേട്ടാ. നീ ഊരാനേ അങ്ങ് വാ, ഞാൻ കാണിച്ചു തരാം. അപ്പൊ ആരൊക്കെ കാണുമെന്ന് നിനക്ക് കാണാം. കേട്ടില്ല? നീ ഊരാൻ വാങ്ങ് നോക്കിക്കോ. സമയസമയത്ത് പൈസ അടയ്ക്കൂല. വലിയ ഡയലോഗ് ആയിട്ട് വന്നിരിക്കുകയാണ്.